അവഗണനാകുന്നതോടെ അപകട ഭീഷണി സൃഷ്ടിച്ചു നിന്ന തൃശൂരിലെ ബഹുനില കോർപ്പറേഷൻ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി. ആശങ്ക അകലുന്നതിന്റെ ആശ്വാസത്തിൽ വ്യാപാരികളും യാത്രക്കാരും. ബലക്ഷയത്താൽ അപകടാവസ്ഥയിലാണെന്ന് പലകുറി പരിശോധിച്ച് വിദഗ്ധർ റിപ്പോർട്ട് നൽകിയ തൃശൂർ കോർപ്പറേഷന്റെ അയ്യന്തോളിലെ ബഹുനില കെട്ടിടമാണ് ഒടുവിൽ പൊളിച്ചു നീക്കി തുടങ്ങിയത്. പലപ്പോഴും സീലിംഗ് ഉൾപ്പെടെ പൊളിഞ്ഞു വീണും മറ്റും നിരവധി അപകടങ്ങളും ഉണ്ടായ കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 10 വർഷത്തിലധികം പഴക്കമുണ്ട്. എന്നാൽ സാങ്കേതികത്വത്തിൽ കുരുങ്ങി പുനർനിർമ്മാണം പോയിട്ട് പൊളിച്ചു നീക്കൽ പോലും നടന്നില്ല. നഗരത്തിലെ തന്നെ പല പഴകിയ കെട്ടിടങ്ങളും കനത്ത മഴയിലും മറ്റും പൊളിഞ്ഞു വീണതോടെയാണ് അപകടാവസ്ഥയിലുള്ള പഴയ കുടുംബ കോടതി കെട്ടിടത്തിന് പുനർജന്മം നൽകുന്നതിലെ തടസ്സങ്ങൾ നീക്കൽ വീണ്ടും സജീവമായത്. ഡിവിഷൻ കൗൺസിലർ കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസന്റെ നിരന്തരമായ ആവശ്യവും നടപടികൾക്ക് വേഗം കൂട്ടി. എഞ്ചിനീയറിംഗ് കോളേജ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കുകയും അതിനെ രേഖകൾ മൂലം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാരുടെ മേത്തേക്ക് ആ ബിൽഡിങ്ങിന്റെ ഓരോ ഭാഗങ്ങൾ ഇടുങ്ങി പൊളിങ്ങി വീണ്, പ്ലാസ്റ്റർ അടക്കം ഇടുങ്ങി പൊളിങ്ങി വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് തന്നെ ഒരുപാട് കൗൺസിലിൽ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ ഭരണസമിതി വന്നപ്പോൾ ആദ്യമേ തന്നെ എടുത്ത തീരുമാനമാണ്. അയ്യന്തോൾ പുഴയ്ക്കൽ പ്രധാന പാതയോട് ചേർന്നുള്ള കെട്ടിടത്തിലെ വ്യാപാരികളെ സമീപത്തെ കോർപ്പറേഷന്റെ തന്നെ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിച്ചാണ് പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. ബലക്ഷയത്തെ തുടർന്ന് ഒട്ടുമിക്ക വ്യാപാരികളും സ്വയമേ നേരത്തെ ഒഴിഞ്ഞു പോയിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഉണ്ടായിരുന്ന 16 ആളുകളും അയ്യന്തോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടേക്ക് മാറ്റുകയും നമ്മളവിടെ സംരക്ഷിച്ചു. അധികം വൈകാതെ തന്നെ പുതിയൊരു ബിൽഡിംഗ് ഈ സ്ഥലത്ത് തന്നെ നമ്മൾ പണിത് അവർക്കായിട്ട് സമർപ്പിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. പഴയ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കിയ ശേഷം സമീപത്തെ ഗ്രൗണ്ടിന്റെ വിസ്തൃതി കുറയ്ക്കാതെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. വ്യാപാരികൾക്കും യാത്രികർക്കും എന്തിനേറെ പറയുന്നു, സമീപത്തെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നവർക്ക് വരെ അപകട ഭീഷണിയായി ഈ ബലക്ഷയം സംഭവിച്ച കെട്ടിടം നിലനിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലധികമായി. ഇപ്പോഴാണ് അധികാരികൾക്ക് കണ്ണു തുറന്നത്. ഇനിയെങ്കിലും ഇത്തരം അനാസ്ഥ ആവർത്തിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.